നോക്കിയേ, ചേട്ടൻ സ്റ്റാർ ഇടാൻ വേണ്ടി പോയപ്പം ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി വന്ന ആളാട്ടെ കാണണേ. ഡാ ഡാ അച്ചായിക്ക് കൂട്ട് വരാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയ ആളാണ്. നോക്ക്, പണിയെടുക്കുന്നു, അവർ റെസ്റ്റ് എടുക്കുന്നു. ഡാ ചക്ക, അച്ചായിക്ക് സ്റ്റാർ ഇടാൻ സഹായിക്കാൻ നോട്ട് നീ പോയി കിടക്ക. കൊള്ളാം, അത് കൊള്ളാം. ആ എന്നാ വരാന്നതേ കയറുന്നു. ചെല്ലി പോയി സഹായിക്കാം അച്ചായനെ. അച്ചായനെ സഹായിക്കടാ പോയി. എന്താ എടുത്തു തരണ്ടേ? എന്നിട്ട് ഞാൻ എടുത്തു തരണ്ടേന്ന് ചോദിക്കുന്നു. അയ്യോ ഞാൻ ചീത്ത പറഞ്ഞ കാരണം ഇനി പരാതി വേണ്ടാന്ന് പറഞ്ഞിട്ട് വന്ന് കിടക്കണം കേട്ടോ. ഞങ്ങൾ പണിയനോടത്ത്. അയ്യോ സ്റ്റാർ ഇടാല്ലേ കേട്ടോ, സ്റ്റാർ ഇടാൻ പോവാ. ലക്കിക്ക് ക്രിസ്മസ് വരണത് ഇപ്പോഴാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർ ഇട്ടിട്ട് എന്തിട്ടായിരുന്നു ബഹളം. കഴിഞ്ഞ പ്രാവശ്യമാണ് ലക്കി ആദ്യമായിട്ട് കാണുന്നത് സ്റ്റാർ. കഴിഞ്ഞ പ്രാവശ്യമാണ് ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇട്ടപ്പോൾ അവൻ ആദ്യമായിട്ട് ആ വെളിച്ചം കണ്ടിട്ട് ഭയങ്കര കുരയിരുന്നില്ലേ? എന്ത് കുരയായിരുന്നു! ഈ അതിൻ്റെ സ്റ്റാർ മേലേക്ക് നോക്കിയിട്ട് ഭയങ്കര കുരയായിരുന്നു ലക്കി. കഴിഞ്ഞ പ്രാവശ്യമല്ലേ? അതേ കഴിഞ്ഞ പ്രാവശ്യമാണ്. അതിന് മുന്നത്തെ പ്രാവശ്യം ഇത് കുഞ്ഞായിരുന്നു, അതിനറിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് കുറച്ചും കൂടി വലുതായത്, വലിയ ഉണ്ണിയായത്. കുഞ്ഞുണ്ണിയായിരുന്നപ്പോൾ അറിയില്ലായിരുന്നു കേട്ടാ. എൻ്റെ ദൈവം, കുഞ്ഞുണ്ണി അത് നോക്കി ചേട്ടാ. ചകിരി മടൽ എന്തിനാ എൻ്റെ മടി നോക്കി. അച്ഛൻ പണിയെടുക്കല്ലേ, അതിന് പണി സ്റ്റാർ ഇടാൻ അറിയില്ല. അപ്പം അത് ചകിരി പൊളിച്ചു തരാം. ഹായ് കണ്ടാ, സഹായിക്കാൻ വന്ന ആളാണ് ഈ കാണത്. ലക്കിനെ കൊണ്ട് ഇത്രക്കൊക്കെ പറ്റുള്ളൂ. കണ്ട മുറ്റത്ത് കിടന്ന ചകിരി എടുത്തോണ്ടൊന്ന് പൊളിച്ചിടുക അല്ല ലക്കി. ലക്കി അമ്മേനെ സഹായിച്ചു തരണമെന്നാണ് ഈ കാണുന്നത്. നോക്ക് അവനിങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരണം. വേണ്ട നീ ചേട്ടനെ മടി കയറി ഇന്ന് വിളിക്കും. നോക്കിക്കോ, അതിനാണ്. കണ്ട നോക്ക്, ഇവിടെയൊക്കെ നിറച്ച് കണ്ട. അതിന് അത് ഇല്ലേ, ഇനി ആ ചകിരിനാര് വായി പോയിട്ട് ഛർദ്ദിക്കും. ആ ചകിരിനാര് വായി പോയി ഛർദ്ദിക്കാനാ, അതിനുള്ള പുറപ്പാടല്ലേക്ക്. നോക്കിയൊരു വല്ല കാര്യമുണ്ടോ ഇത്? വല്ല ആവശ്യമുള്ള കാര്യമാണ് ചെയ്യണത്. ഏത് ഇതാ കണ്ട ഇവനെ ഞങ്ങള് ചങ്ങലക്ക് ഇട്ടിട്ട് പണിയെടുക്കാന്ന് വിചാരിച്ചതാ. അല്ലെങ്കിൽ ഇവനെ ഒരു പണി എടുപ്പിക്കില്ല. വേണ്ട, അപ്പൊ ചങ്ങലക്ക് ഇട്ടപ്പോൾ അവൻ കിടന്ന് ഒച്ചപ്പാട്ടും ബഹളായിരുന്നു. എന്നിട്ട് ഇപ്പൊ കണ്ട കാണിച്ചു നോക്കി. ഇതന്നെ നിന്നെ അഴിച്ചു വിടാതിരുന്ന കണ്ട. സഹായിക്കണ വേറെ പിള്ളേരെ അവിടെ കാണാൻ കിട്ടും. കണ്ട ഇതൊക്കെ ഞങ്ങളെ സഹായിച്ചതാണ് ഈ കാണുന്നത്. സ്റ്റാറിന്റെ ഒരു പണി എടുപ്പിക്കല്ല എന്നെ. അപ്പൊ അതേ പുട്ട് കാണിച്ചു ഞാൻ. പുട്ടിരിക്കണ്ടായിരുന്നു, പുട്ടും ചിക്കൻ കറി. ഇതേ കയറി നിൽക്കണോക്കെ കണ്ട. നോക്ക്, ഞങ്ങളിവിടെ ജോലി ചെയ്യിപ്പിക്കാനൊന്നും സമ്മതിക്കല്ല അവൻ. കിടന്ന് കണ്ടോ നോക്ക്, കൂട്ടി കയറി നിൽക്കും. ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അവൻ കൂട്ടി കയറിക്കും. കൂട്ടി കയറി നിന്നിട്ട് അവൻ തിന്നുള്ളൂ. എന്തിയേ ഇത് കണ്ടിട്ടാ അവന് എന്താ പുട്ടും ചിക്കൻ കറി. വായിന്ന് വെള്ളം ഒരിക്കണോക്കി. ഇനിയിപ്പോൾ എന്നെ വന്നത് ലക്കിനെ നമുക്ക് ലക്കിനെ കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു പണി എടുക്കാൻ പറ്റില്ല. അപ്പം എന്തേലും ചെയ്യണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. കണ്ട ഒന്നും പറയണ്ട, അപ്പോഴേക്കും കൂട്ടി കയറിയുന്നുള്ളൂ. അമ്മ ഫുഡ് ഇടട്ടെ, അതിനകത്ത് ഇടട്ടെ. മാറ്, വായിന്ന് വെള്ളം ഒലിക്കുക കണ്ടിട്ട്. മാറ്, നീങ്ങിക്ക, ഞാൻ ഫുഡ് ഇടട്ടെ, പാത്രത്തിലിടട്ടെ. നീങ്ങിക്കട അങ്ങോട്ട്. ഞാനിപ്പോൾ ഒന്ന് ഇരിക്കണേ കേട്ടാ. ഞാനൊന്നും ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോ എന്താ നോക്ക്, എന്തൊരു അനുസരണ എന്നറിയാം. ഫുഡ് കണ്ടാ പിന്നെ ലക്കിക്ക് ഭയങ്കര അനുസരണയാ, ഒരു രക്ഷയില്ല. ഇത്രയും നല്ല സ്വഭാവമുള്ള കുട്ടീനെ വേറെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. ഇത്രയും കുരുത്തക്കേട് കാണിച്ചു
ഇത്രയും കുരുത്തക്കേട് കാണിച്ച ആളാണ്. എന്നിട്ട് തട്ടി എന്താണ് തരില്ലേ നിനക്ക്? ആഹാ, എന്താണ് ഇത്ര അഹങ്കാരം? എന്താ ഇത്ര അഹങ്കാരം? എന്താണ് ഇത്ര അഹങ്കാരം? എൻ്റെ അമ്മ എന്നെ കൊല്ലി. അപ്പം നിനക്ക് ആരെ ഫുഡ് തരുമെന്നാണ്? എന്നെ കൊല്ലങ്ങട്, എന്നെ കൊല്ലടാ. ഫുഡ് കൊടുക്കാത്തതിന് മോൻ അമ്മേനെ കൊന്നു. നാളെ ന്യൂസ് വരട്ടെ. എന്നെ എത്ര തട്ടിയത്. അവന് ദേഷ്യം വന്നിട്ട് ഞാൻ അവന് ഫുഡ് കാണിച്ചിട്ട് വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ പിന്നെ ആർക്കാരും ദേഷ്യം വരില്ലേ? കൊടുക്കട്ടെ കേട്ടോ ഫുഡ്. ഉണ്ടോ അപ്പോൾ അതിന് വെള്ളം ഇരിക്കുന്ന കള്ളൻ്റെ ചിക്കൻ ചിക്കനും കൊടുത്തില്ല. അവൻ ചിക്കൻ കഷ്ണമൊക്കെ ആദ്യം പറക്കി തിന്നും. ചിക്കൻ കഷ്ണം അവൻ ആദ്യം തിന്നും. സ്വസ്ഥമായിട്ട് ഫുഡ് കഴിക്കട്ടെ.